എടാ മോനെ, ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ റീഇൻട്രൊഡ്യൂസിങ് ഫഹദ് ഫാസിൽ ഫഫ. ആവേശം എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുമ്പോഴും നമ്മൾ റിവ്യൂ പറയുമ്പോഴും അതിൻ്റെ ഒരു ആവേശം വേണമല്ലോ. കാരണം സിനിമ അത്രമാത്രം ഹൈയും ആവേശവും ഒക്കെ പ്രേക്ഷകർ തന്നെങ്കിൽ റിവ്യൂ പറയുന്നതിലും ആവേശം കാണിക്കുന്നതിലും ഒരു പ്രശ്നമില്ല. ഗംഭീര സിനിമ. അതായത് മലയാള സിനിമയിൽ ഇങ്ങനൊരു ഐറ്റം വന്നിട്ടില്ല. ഇങ്ങനൊരു ഐറ്റം എന്ന് പറയുമ്പോഴേക്കും ഇതൊരു ഐറ്റമാണ്. രംഗൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഫഹദ് രംഗനായിട്ട് വരുമ്പോൾ ആ രംഗൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഐറ്റമാണ്. നമുക്ക് ആ രംഗന് വേണ്ടിയിട്ട് എത്ര സ്പിൻ ഓഫ് ആണെങ്കിലും ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. കിടിലമാണ് ക്യാരക്ടർ. ഇതൊക്കെ തെലുങ്ക് സിനിമകളിലും കന്നഡ സിനിമകളിലും ഹിന്ദി സിനിമകളിലും കുറച്ച് പണ്ട് അതൊക്കെ കണ്ടുള്ള ഓർമ്മ. പക്ഷെ അത് ഇവിടെ വേറെ ഇറക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ. നമുക്കൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് മലയാളം ഡയലോഗുകൾ കേട്ടൊരു മലയാളം നടൻ ചെയ്ത മലയാളം എസെൻസിൽ നമുക്ക് ആ ഒരു ക്യാരക്ടറൈസേഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ഹൈ ആവേശത്തിൽ ഉടനീളം കിട്ടി. മൂന്ന് ചെറുപ്പക്കാർ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. ആ ഒരു കോളേജ് പരിസരവും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഹോസ്റ്റലിൽ നിന്ന് മാറി ബാംഗ്ലൂർ ജീവിതം കാണിച്ചു തരുന്നു. ബാംഗ്ലൂർ ജീവിതത്തിൽ സീനിയേഴ്സിൻ്റെ റാഗിങ്, ആ സീനിയേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ലോക്കൽ ഗുണ്ടയെ തിരഞ്ഞെടുക്കുന്നു. രംഗണ്ണം വരുന്നു. പിന്നെ അങ്ങോട്ട് പടത്തിൻ്റെ ഒരു ഹൈ ആണ്. ഇതാണ് സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. പിന്നെ ഈ രംഗണ്ണം കാരണം ഇവർക്കുണ്ടാവുന്ന ശല്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. 2 മണിക്കൂർ 37 മിനിറ്റ് സിനിമയുടെ ഡ്യൂറേഷൻ ഉണ്ട്. ഒറ്റ സെക്കൻഡ് ലാഗ് തോന്നിപ്പിക്കാത്ത തരത്തിൽ ജിത്തു മാധവൻ ഈ സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ പോക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതെങ്ങനെയാണ് ഇവരിത് സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നത്. കാരണം അധികം സമയം എടുക്കാതെ നേരെ കാര്യത്തിലേക്ക് വരിക. ഭയങ്കര രസമാണത്. നമുക്ക് പ്രേക്ഷകന് മനസ്സിലാകുന്നത്, നമുക്ക് ആ ഒരു ഒഴുക്ക്, നമുക്ക് ചിലർക്ക് ഇപ്പം നമുക്ക് മനസ്സിലായത് ഇങ്ങോട്ടാണ് പോകുന്നത്, വേഗം അതിലോട്ടൊന്ന് കാണിക്കുന്ന തോന്നാതെ ശരി ഇതാ കണ്ടോ എന്ന രീതിയിൽ അവിടെ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അത് നിസ്സാര പരിപാടിയല്ല. സംവിധായകൻ അത് മനസ്സിലാക്കി ഓൺ പോയിന്റ് പ്രേക്ഷകന് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നിടത്ത് വൻ വിജയമാണ്. അവിടെ ഈ സിനിമ വർക്കൗട്ടായി കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഫഹദിൻ്റെയൊക്കെ എൻട്രിക്ക് മുന്നെയാണ്. ഈ 3 ഹോസ്റ്റലിലെ പിള്ളേരെയും കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടിൽ ദി വെരി എൻഡ് വരെ ഫഹദിനോടൊപ്പം തന്നെ ഈ 3 പേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹിപ്സ്റ്റർ ആയിക്കോട്ടെ, അവരെ ആ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഒരു ഗ്യാങ്ങിൽ മെമ്പറാണെന്ന് പലർക്കും തോന്നും. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പോയി പഠിച്ചവരും സീനിയേഴ്സിൻ്റെ റാങ്കിങ്ങൊക്കെ കിട്ടിയവർക്കൊക്കെ ഭയങ്കരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു കിക്ക് വൈബൊക്കെ കിട്ടും. പിന്നെ രംഗണ്ണനായിട്ട് ഫഹദ് വന്ന് കഴിയുമ്പോൾ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ടാണ്. വെൽക്കം ടീസർ സിനിമയുടെ തലേ ദിവസം ഇറങ്ങിയായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അതിൻ്റെയൊക്കെ എക്സ്റ്റെൻഡഡ് മാരക വെർഷനാണ് സിനിമ. എക്സ്റ്റെൻഡഡ് വെർഷൻ എന്നും പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സാധനം ഉണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും സിനിമ എന്നുള്ളത്. പക്ഷെ അങ്ങനെയുമല്ല. ആ ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങ് മാറ്റി വേറൊരു രീതിയിലോട്ട് പറയത്തില്ലേ. ആ ഒരു വമ്പൻ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ ഇപ്പോൾ ഷമ്മി കാണുമ്പോൾ വിചാരിക്കും ഷമ്മിയായിരിക്കും ഫഹദിൻ്റെ ഏറ്റവും അറ്റത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഐറ്റം. ഷെക്കാവത്തിനെ കാണുമ്പോൾ ഷെക്കാവത്ത് എന്നായിരിക്കും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഓരോരോ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ഫഹദിന് ഒരു എക്സെൻട്രിസിറ്റിക് റോള് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇതാണെന്ന് ചിന്തിക്കും. പക്ഷെ അതൊക്കെ പുള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈലി എക്സെൻട്രിക്, ഹൈലി മറ്റേ മാരകമായിട്ടാണ് പുള്ളി. ഇനി ഈ കൈയടിക്കണൊക്കെ സീനുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ മറ്റേ പാവകളൊക്കെ കൊട്ടണ പോലെ ഭയങ്കര ആ ചിരി. ക്യാരക്ടർ മൊത്തത്തിൽ, അതായത് ഫഹദിൻ്റെ ഒരു തരത്തിലും ഒരു 1% പോലും ഫഹദിൻ്റെ മാനറിസം എടുക്കാതെ ത്രൂ ഔട്ട് ഈ ക്യാരക്ടറിൻ്റെ മാനറിസംസ് മാത്രമാണ്. രംഗൻ്റേതായ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. ആ കംപ്ലീറ്റ് ക്യാരക്ടർ ആർക്ക് ഉൾപ്പെടെ ആവാഹിച്ചുകൊണ്ട് പെർഫോം ചെയ്ത പോലെ അത്ര കിടിലമാക്കി ഫഹദ് ചെയ്തിട്ടുണ്ട്. ഫഹദിൻ്റെ ഷോൾഡറിലാണ് ഈ സിനിമ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൂന്ന് പിള്ളേരുടെ കാര്യം, ഈ കോളേജ് സ്റ്റുഡൻസിൻ്റെ കാര്യം, ഇവരാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഇത് ഷോൾഡർ ചെയ്യുന്ന ഫഹദ് മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മളിപ്പം ബാക്കി എത്ര പേര്, ഇപ്പം ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഫഹദിൻ്റെ കൂട്ടത്തിലുള്ള അമ്മണ്ണ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളി തന്നെയാണ് രോമാഞ്ചത്തിലും അഭിനയിച്ചിട്ടുള്ള ജിത്തു മാധവൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. പുള്ളി തന്നെ ഇപ്പം വേറെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ സിനിമകളൊക്കെ അഭിനയിച്ച വ്യക്തി തന്നെയാണ്. പക്ഷേ ഇതുപോലത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫഹദാണ് ഇതിൻ്റെ എൻറ്റയർ ഷോ കൊണ്ടുപോകുന്നത്. സ്റ്റീല് ഫഹദിൻ്റെ എൻട്രി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞോട്ടമില്ല. നമ്മൾ അതുവരെ ഫഹദ് എങ്ങനെയാണ് വരണം എന്നായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല. അത് കഴിഞ്ഞ് പുള്ളി എങ്ങനെയെങ്കിലും കാണുക, അടാ മോനെന്ന് എപ്പോഴെപ്പോഴും കേൾക്കാൻ തോന്നുക, പുള്ളിയുടെ മാനറിസംസ് കണ്ടുകൊണ്ടിരിക്കുക, ഇത് മാത്രമേ തോന്നുള്ളൂ. പിന്നെ വേറെ ഒരു ക്യാരക്ടറിലേക്ക് പോകണമെന്ന് പോലും ആഗ്രഹിക്കാത്ത തരത്തിൽ ഫുൾ ടൈം ഫഹദിനെ കണ്ടുകൊണ്ടിരുന്ന അത്രയും സന്തോഷം. ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സിനിമ. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്.
എടുത്തു പറയേണ്ട പോസിറ്റീവ് ഒന്നാമത്തത് ഫഹദിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. വേറെ ഇറീപ്ലേസബിൾ ആണ്. വേറെ ഒരു ക്യാരക്ടറിനെ നമുക്ക് അവിടെ ഒന്ന് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണമെന്നോ ഫഹദിനെ മാറ്റി വേറൊരാളോ ഇന്ന ആൾ കൊള്ളായിരിക്കും എന്ന് അതിനെ തോന്നിക്കാനൊരു പോലും വിടാതെ നമ്മളങ്ങ് പിടിച്ചെടുത്തുമല്ലേ, ആ രീതിയിൽ പുള്ളി അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സുഷിൻ ശ്യാമിൻ്റെ വർക്കിനെ കുറിച്ച് പിന്നെ എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പോൾ മഞ്ഞുമല ആയിക്കോട്ടെ, രോമാഞ്ചമായിക്കോട്ടെ, അങ്ങനെ പുള്ളി ഇപ്പോൾ റീസെൻ്റ്ലി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ അങ്ങ് ഓവർ ദ ടോപ്പ് ഐറ്റങ്ങളാണ്. ആ ഓവർ ദ ടോപ്പ് ഐറ്റങ്ങളെല്ലാം ഗംഭീരമായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ തന്നെ ഈ സിനിമയിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടും നമുക്ക് ആ ഐറ്റങ്ങൾ, നമുക്ക് ആ പാട്ടുകൾ, ഇപ്പോൾ ഗലാട്ട ആയിക്കോട്ടെ, ഇലുമിനാറ്റി ആയിക്കോട്ടെ, BGM ഈ 2 പാട്ടുകളും പിന്നെ BGM ആയിക്കോട്ടെ, എല്ലാം കിടലുമാണ്. അത് രസമാണ്, ഭയങ്കര രസമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാനേ പൊളിയാണ്. അതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടണതാണ് ഇമാതിരി എൻ്റർടൈൻമെൻറ്റ് ഐറ്റങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ. ഈ ഒരു അഴിഞ്ഞാട്ടം എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയൂലേ. ഇപ്പം അൻവർ റഷീദ് സിനിമകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഛോട്ടാ മുംബൈ അല്ലെങ്കിൽ രാജമാണിക്യം, ഇതുപോലെ അഴിഞ്ഞാട്ടങ്ങളാണ്. ഇപ്പോൾ തലയുടെ അഴിഞ്ഞാട്ടമാണ് ഛോട്ടാ മുംബൈയിൽ, രാജമാണിക്യത്തിൽ ബെല്ലാരി രാജയുടെ അഴിഞ്ഞാട്ടമാണ്. ആ അൻവർ റഷീദിൻ്റെ പ്രൊഡക്ഷനാണ് ഈ സിനിമ. അപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും കയറി അങ്ങ് ഫഹദ് പൊളിച്ചെടുക്കും എന്നുള്ള രീതിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇത്. ആൻഡ് ജിത്തു മാധവൻ ഇസ് എ പ്രോമിസിങ് ഡയറക്ടർ. രോമാഞ്ചത്തിന് ശേഷം ഒരുപാട് പ്രഷേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ടാക്കിൾ ചെയ്തുകൊണ്ട് ഫഹദിനെ തന്നെ കൊണ്ടുവന്ന് പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഷുവർ അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇപ്പോൾ വിഷു വിന്നർ എന്ന രീതിയിലല്ല ഈ സിനിമകളൊക്കെ തന്നെ, മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന സിനിമകളൊക്കെ തന്നെ ഹിറ്റാവുന്നു എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ആൻഡ് ഒരു സർപ്രൈസിങ് ഫാക്റ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ 4 മാസം ആവാൻ പോകുന്നു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഈ 4 മാസത്തിനിടയിൽ റിലീസായ ഒരുപാട് സിനിമകൾ ഹിറ്റാണ്. ഹിറ്റെന്ന് പറഞ്ഞാൽ നോർമൽ ഹിറ്റോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തള്ളുകളോ ഒന്നുമല്ല, ബോക്സ് ഓഫീസ് കളക്ഷൻസ് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഫ്രം ഓസ്ലർ ടു ഇവിടെ ആവേശത്തിലേക്ക് വരുമ്പോഴേക്കും അത് കാണാനുണ്ട്. നമ്മളെ ഇൻഡസ്ട്രി വളരുന്നു എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കുന്നതാണ്. ആൻഡ് ഇതുപോലത്തുള്ള സബ്ജക്റ്റുകൾ കൊണ്ടുവരാനും കൂടി സംവിധായകർക്ക് പറ്റുന്നു എന്നുള്ളത് കോൺഫിഡൻസ് ഇരട്ടിപ്പിക്കുന്നതാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി പ്രേക്ഷകർ കാണാൻ പോകുന്നു എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. സോ ആവേശം അതാണ്. ആവേശം ഫഹദിന് മാത്രം, ഫഹദ് അത് തന്നെ 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ആവേശത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ. അതാണ് ഫഹദ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.